ഇങ്ങനൊരു ലേഡിയെ നമ്മൾക്ക് അറിയില്ല. ഷീസ് എ ടോട്ടലി ന്യൂ ഫേസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് അവർക്ക് മനസ്സിലാവില്ല, എത്ര നാളുണ്ട് അറിയില്ലല്ലോ. എന്നാ ഇങ്ങനെ പോണു ഞങ്ങളിൽ ഒരാളായിട്ട് എപ്പോഴും ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പൊ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് 5 വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇഷ്ടപ്പെട്ടത് ഇനി നിൽക്കുമോ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ 100% ഷി ഹാസ് ഡൺ ബിയോണ്ട് ഹെർ ലിമിറ്റ്സ്. എന്തൊക്കെ ഞങ്ങളുടെ ഈ വാർഡിന് വേണ്ടി ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം മാക്സിമം ഒന്നും അല്ല പറയേണ്ടത്. 99 പോലും പറയുന്നില്ല, 100 എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഞങ്ങളോട് അടുത്ത് നിന്ന് ഒരാൾ തന്നെയാണ് ചോദിച്ചത്. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ജനപ്രതിനിധിനെ ജിമ്മിൽ വെച്ച് കിട്ടണേ എന്നുള്ള സവിശേഷമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് അല്ലേ? ഇന്നിപ്പം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഈ പ്രോഗ്രാമും കൂടെ കാരണം. അലർച്ചയാണ് രാവിലെ. ഇതാണ് സീൻ എന്ന് പറയണത്. വായോ, ഇന്ന് ഫസ്റ്റ് പീരീഡ് മിക്കവാറും മിസ്സാവണ ലക്ഷണ. അത് പിന്നെ ഹാപ്പി ആണല്ലോ. ശരിക്കും സജീവ് സാന്നിധ്യം നിൽക്കുമ്പോൾ കുറേ കൂടി ഏതായിരിക്കും ഇവിടെ ബിസിനസ്സും ഇത് നോക്കുവാണെങ്കിൽ ഇപ്പം എല്ലാം ഉണ്ട്. ഇപ്പം അടുത്ത കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ലുവല്ല വൺ ഓഫ് ദ ടോപ്പ് ഇന്റീരിയർ കമ്പനി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റെബിലിറ്റി തരുന്നത് ഒരു സംരംഭക എന്നുള്ള ഒരു പിക്ചറാണ്. അതിലുള്ള വരുമാനമാണ് എന്നെ പൊളിറ്റിക്സിൽ നിർത്തുന്നത്. അപ്പൊ അവിടെ കറയില്ലാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിൽ തിന്മയൊന്നും ഇല്ല, നമ്മൾ കുരുട്ടുബുദ്ധിക്കാരൊന്നും അല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ജീവിതം തന്നെ സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സീൻ, ഏറ്റവും ട്വിസ്റ്റ് സംഭവിച്ചത് ഏതൊരു പോയിന്റിലായിരുന്നു? ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഡെത്ത് തന്നെയായിരുന്നു. നമ്മൾ മോർ ഓവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അവിടെ ഞങ്ങൾ ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. കടം, വീട് വിട്ടിറങ്ങേണ്ടി വരുന്നു. ഐ മീൻ കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്ക് ആണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിള്ളേരെ ആയിട്ട് അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുള്ള ദിവസം. താങ്കളുടെ സപ്പോർട്ടിന് ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രമേശ് പിഷാരടി എന്നാണ്. അത് വിവാദമായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ്. അത് പോസ്റ്റ് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കത്തി, പിന്നെ അദ്ദേഹം എയറിലായിരുന്നു. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കാന്നുള്ള സംഭവം ചിലപ്പോഴൊക്കെ ഉള്ളിൽ ഇങ്ങനെ തോന്നാറുണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കൾ പഠിക്കാനായിട്ട് പോകും. അപ്പൊ നമുക്കൊരിക്കലും നോ പറയാൻ പറ്റത്തില്ല, അവരുടെ ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഒറ്റപ്പെട്ടേക്കാം എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റുകളിലൂടെ സമ്പന്നമാണ് മലയാള സിനിമ, നമുക്കറിയാം. സ്ത്രീ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ തിയേറ്ററിൽ കൈയടി വാങ്ങും നമ്മൾ കാണാറുണ്ട്. പക്ഷേ സിനിമയെ വെല്ലുന്ന കഥയുമായി ജീവിതത്തിൽ കൈയടി വാങ്ങുന്ന ഒരാളുണ്ട്. ആളുടെ കഥയുമായിട്ടാണ് എ ഡേ വിത്ത് ആൻ എൻ്റർപ്രണറിലൂടെ ഇന്ന് നമ്മൾ കൂടെ ചേരുന്നത്. ആൾ ആരാണ്, എന്താണ് കഥകളിൽ നിന്നും വിശേഷം നമ്മൾ വഴിയെ കാണാം. സോ നമ്മളുള്ളത് മൂവാറ്റുപുഴയിലാണ്. പുറകിൽ കാണുന്ന പോലെ ബോഡി ഫിറ്റ് ജിമ്മിലാണ്. അപ്പോൾ ദിനം തുടങ്ങുന്ന പോലെ തന്നെ വ്യായാമത്തിലൂടെ ഏറ്റവും ആരോഗ്യമായിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പോവാം. പോയാലോ? ആളെ കാണണ്ടേ? നമസ്കാരം. കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ. എന്താണ് ശിശു? ഉണ്ട്. സംസാരിക്കൽ മുമ്പ് ഞാൻ ആയുധം തരാം ആദ്യമേ തന്നെ. യെസ്, വെച്ചോളൂ. പഞ്ച്വാലിറ്റി. അതെ, പക്ഷെ അത്രയും സമയം അല്ലെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്ര കുറച്ചുകൂടി സമയം എടുത്തു വന്നത്. അരമണിക്കൂർ എക്സ്ട്രാ. അതെ, ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ജനപ്രതിനിധിനെ ജിമ്മിൽ വെച്ച് കിട്ടണേ എന്നുള്ള സവിശേഷമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും വിശേഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജോയ്സ് മേരി ആന്റണി, നമസ്കാരം. യെസ്. അപ്പോ ഇത് ശീലമുള്ള പരിപാടിയാണോ, നമ്മൾ വരുന്നതിന്റെ ഭാഗമായിട്ട് ജിമ്മ് പിടിച്ചതാണോ എന്നുള്ളത് സത്യം പറയണം. നേരത്തെ ഞാൻ ഭയങ്കര റെഗുലർ ആയിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറെ ബ്രേക്ക് ആയി. ഇടയ്ക്ക് വരും, പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. നമ്മുടെ പ്രോഗ്രാംസ് അനുസരിച്ചും പിന്നെ ഓഫീസിലെ തിരക്കനുസരിച്ചിട്ടും യാത്രകൾ, ഇതൊക്കെ ഇതിന് ബാധകമാണ്. സാധാരണ പ്രത്യേകിച്ച് തിരക്കില്ലാത്തവർ തന്നെ ജിമ്മിൽ അഡ്മിഷൻ എടുത്തു
പിന്നെ കാണില്ല, അല്ലെങ്കിൽ ഒരു 2 ദിവസം വന്നു, പിന്നെ അടുത്ത 1-ാം തീയതി പോകാന്ന് പറഞ്ഞിട്ട് കാണുന്നതാണ് സ്ഥിരം കാണുന്നത്. ഇത്രയും തിരക്കുള്ള ഒരാളായതുകൊണ്ട് തന്നെ ചോദിക്കുക, ജിമ്മിൽ വരാൻ സമയമുണ്ടോ? ജിമ്മിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ യെസ് പറയും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെഗുലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വരാൻ ഞാൻ നോക്കാറുണ്ട്, മാക്സിമം നോക്കാറുണ്ട് എന്നുള്ള സംഭവമാണ്. പലർക്കും പല ലക്ഷ്യങ്ങളുണ്ട് ചോദിക്കുക, ജിമ്മിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പല ലേഡീസും ബിസിയാണ്, തിരക്കാണ്, അങ്ങനെ സ്വന്തം ആരോഗ്യം നോക്കുന്നില്ല, വീട്ടുകാർക്ക് വേണ്ടി സമയം അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പോകണം, പബ്ലിക്കിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി നമ്മൾ ആദ്യം സ്വയം സ്നേഹിച്ചു തുടങ്ങിയാലല്ല മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്റെ കുടുംബം പട്ടിണിയാവില്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിലും കോൺഫിഡൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ നന്നായിട്ട് തടി വെച്ചിരിക്കുന്ന സമയമാണ്. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രൂപമോ ഭാവമോ നിറമോ അതൊന്നുമല്ല സൗന്ദര്യം, നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ദിനാരംഭം ശുഭാരംഭമാണ്. അപ്പൊ ആരംഭം തന്നെ അല്ലെ ആരോഗ്യകരമായിട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഭംഗിയാവും. അത് വന്നപ്പോ സ്കിപ്പ് ആയിട്ട് സന്തോഷമാണ്. നമുക്കൊന്ന് ഇരുന്നാൽ എവിടെയെങ്കിലും. ഓക്കെ, ഇവിടെ ഇരിക്കാലോ അല്ലേ? യെസ്. ഈ പൊതുവേ നിന്നുള്ള രീതിയിലേക്ക് വർക്കൗട്ടിന്റെ ഇടയ്ക്ക് അധികം റെസ്റ്റ് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അല്ലെ? കുറച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ വരട്ടെ നോർമലി 6 o'clock ഒരു ടൈമാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറെ മുടങ്ങി കേട്ടോ. അതെ, അത് മെയിൻലി യാത്രകൾ കൊണ്ടാണോ അതോ മടി കൊണ്ടാണോ? ഏതായിരിക്കും ശരി? പനിയായിരുന്നു. മടി പൊതുവെ കുറവാണ്, പക്ഷെ യാത്രകളുണ്ടായിരുന്നു, പിന്നെ പനിയായിരുന്നു, അങ്ങനെ കുറെ ഇടയ്ക്ക് മുടങ്ങിപ്പോയി. പരിപാടികൾ ഉണ്ടെന്നുള്ളത്. പിന്നെ ഒന്നും മുടങ്ങിയാലേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവകാശം വേണം. അതിന് വേണം മടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അടുത്ത മൺഡേ ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, ചിന്ത പോകുന്നത് തിങ്കളാഴ്ച മുതലാവട്ടെ എന്നുള്ള സംഭവം വരും. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാറ്റും ചെയ്യുന്ന മേഖലകൾ മുഴുവൻ അല്ലെ സമയം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ വിശേഷങ്ങളിലോട്ടൊക്കെ പോവേണ്ടിയിരിക്കുന്നു. അപ്പൊ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും പൊതുപ്രവർത്തനം ആണെന്നുണ്ടെങ്കിൽ പോലും അപ്പൊ നമ്മൾ ഇല്ലാത്ത സമയം അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്നുള്ള പദപ്രയോഗം സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ കൃത്യമായിട്ടൊരു ടൈം പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടോ പൊതുവെ? എങ്ങനെ തോന്നുന്നു? സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ള, ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആണ്, ഞാൻ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഒരു പരിധി വരെയൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് മുമ്പോട്ട് എന്ത് കാര്യം മുമ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ എന്നൊരു പറച്ചിലുണ്ട്. അപ്പൊ എന്ത് കാര്യം ചെയ്താലും ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് എനിക്ക് ജിമ്മിൽ പോകണമെങ്കിൽ ഞാൻ രാവിലെ ഇറങ്ങിയാൽ പോരാ, തലേ ദിവസം നമ്മളത് പ്ലാൻ ചെയ്യണം. അപ്പൊ അതെന്ത് കാര്യത്തിലും നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഇവൻ പൊതുപ്രവർത്തന മേഖലയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു പ്രോപ്പർ പ്ലാൻ. പൊതുപ്രവർത്തന പ്രശ്നം മുൻകൂട്ടി നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത പോലെ പോകാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ഒരു എമർജൻസി ചിലപ്പോഴൊക്കെ നമ്മളിപ്പം രാവിലെ വരാൻ ഇറങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും വീട്ടിൽ കാണാൻ വരിക, വാർഡിലുള്ളവരൊക്കെ. അപ്പൊ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും, നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പം അതും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ പറ്റാതെ വരും. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യും നമ്മുടെ ഫാമിലിയിലെ പ്രോഗ്രാമുകളാണ്. കഴിവതും നമ്മൾ പോവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഓൺ ആണല്ലോ, പിന്നെ നമ്മൾ മാറ്റി വെക്കപ്പെടാൻ പറ്റുന്നത് അതാണ്. അതിന് പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടല്ല. പക്ഷെ അതേസമയം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ അവിടെയൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പോകേണ്ടടുത്ത് നമ്മൾ പോയേ പറ്റത്തുള്ളൂ. ഈ വർക്കൗട്ട് മാത്രം ഡയറ്റ് പ്ലാൻ ഉണ്ടോ? കൃത്യമായിട്ട് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ചോദ്യം സന്തോഷത്തിന് വേണ്ടി ചോദിച്ചതാണ്. ഡയറ്റ് പ്ലാൻ ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയാണ്. പിന്നെ കഴിവതും ഡിന്നർ നേരത്തെ ആക്കാൻ നോക്കാറുണ്ട്. ഒരു 6 o'clock 7 ഒക്കെ ആകുമ്പോൾ ഡിന്നർ വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ കഴിക്കുന്ന കാര്യം പക്ഷെ നമുക്ക് ആക്ച്വലി പോകുന്നിടത്തും ചിലപ്പോൾ സ്നേഹത്തോടെ വരുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ട വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ കഴിക്കും. പിന്നെന്താ, നമുക്ക് ബാക്കിയുള്ള പറഞ്ഞ പോലെ ഷുഗറൊക്കെ മാക്സിമം ഒഴിവാക്കുമെങ്കിലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചായ മധുരം വിട്ട് തന്നു കഴിയുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്കൊരു നേച്ചർ ഉണ്ട്, ചായക്കകത്തെ മധുരം ഒഴിവാക്കും, പക്ഷെ അതിന്റെ കൂടെ ഒരു ലഡു തന്നാ കഴിക്കും. ആണല്ലേ? ഓക്കെ, ബാക്കി സംഭവം വർക്കൗട്ട് നടന്നോട്ടെ. പക്ഷെ ലെഗിന് അധികം ചെയ്യരുതെന്ന് നമുക്ക് കുറെ നടക്കാനുള്ളതാണ്. ഓക്കെ, മറ്റേ പറഞ്ഞ പോലെ ഇനി എന്നിങ്ങോട്ട് വരും എന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണോ? അതെ,
കഴിഞ്ഞോ? ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. പിന്നെ അടുത്ത ഇനി അറിയത്തില്ല, ഇനിയിപ്പോ ഇലക്ഷന്റെ ഇത് തുടങ്ങല്ലേ. ഹായ് ഹായ്. പേര് എങ്ങനെയായിരുന്നു? ദിവ്യ. റോഹിനെ അറിയാലോ. അറിയാത്താരല്ലേ? അങ്ങ് തള്ളരുത് രാവിലെ തന്നെ. അതുള്ളത് തന്നെയാ. അതെ അതെ. ഇത് ഇവര് സ്ത്രീ സംരംഭകര് ഒരുപാട് പേരുണ്ടല്ലോ അല്ലെ? മൂവാറ്റുപുഴ. അതെ യെസ്, അടിപൊളി. അപ്പൊ ഇന്നിവിടെ കണ്ടിട്ടുണ്ട്, ചോദിക്കായിരുന്നു ഇനി ഇവിടെ കാണുമെന്ന് ചോദിക്കായിരുന്നു, സംശയമാണ്. ഇവര് ഇടയ്ക്കിടയ്ക്ക് കാണാതാകുമ്പോഴത്തേക്കും വിളിക്കും, അത് തിയേറ്ററിൽ ഫോളോ അപ്പ് ഉണ്ടല്ലോ, ഇത് വിളിക്കും. അപ്പൊ ഞാൻ എപ്പോഴും എക്സ്ക്യൂസ് പറയും, ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നമാണ് കേട്ടോ, ഇന്ന് ഈ പ്രശ്നം എന്ന് തീരും എന്നറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും മാക്സിമം വരാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ വിജയിക്കട്ടെ. അപ്പൊ എന്തായാലും കാണാം. ബൈ. അപ്പൊ ഞാൻ പോയിട്ട് ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. മൂവാറ്റുപുഴ കാണാൻ പറ്റും. അതെ, അതാണ് ഞങ്ങളുടെ ത്രിവേണി സംഗമം. മൂന്ന് ആറുകൾ ചേരുന്ന. അതെ അതെ അതെ. ഈ പുഴയുടെ ഒരു ഭംഗിയും ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. എത്ര നാളായിട്ടുണ്ട് ഇവിടെ? നമ്മളൊരു 5.5 വർഷം ആയിട്ടായി. ഞാൻ ആദ്യം ആവോലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നൊരു 6 മാസം കഴിഞ്ഞപ്പോൾ കൗൺസിലറായി. നമുക്ക് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു ഫീലാണ്. നമുക്ക് കേറിയാലോ അല്ലേ? ഓ ആയോ. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. അതെ അതെ. ഞങ്ങൾ ആക്ച്വലി ഇവിടെയാണ് ഞങ്ങൾ മെയിനായിട്ടും കൂടുതൽ സമയം ഉണ്ടാവണേ. ഈ ഫ്ലാറ്റ് ആണ് 3C ആണ്. പക്ഷെ ഞങ്ങൾ അല്ല, ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് അതായിരുന്നു. ഇപ്പൊ അതൊരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കുന്നു. പക്ഷെ എന്നാലും ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഈ പ്രോഗ്രാമും കൂടെ കാരണം. നമസ്കാരം. മമ്മിയാണ്. ഹലോ, എന്തുണ്ട് വിശേഷം? അതെ അല്ലേ, മമ്മി ഇവിടുത്തെ ഒട്ടപ്പച്ചലാണ്. ആരത് ഇത് റെഡി ആയിട്ടില്ല എന്നുള്ള പറഞ്ഞ ആളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇതെന്താന്നറിയോ ജയറാ, ഇന്നെന്ത് പറ്റി റെഡി ആവാനായിട്ട്? നേരത്തെ നോർമലി ഇവളാണ് മടിച്ച്, മോൻ പിന്നെയും ഒന്ന് റെഡി ആയിട്ട്. ചേച്ചിമാരാണല്ലോ അനിയന്മാരൊക്കെ റെഡി ആക്കുന്ന ആളുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് നേരെ തിരിച്ചാണ്. നേരെ തിരിച്ചാണ്. പ്രധാന കക്ഷി എവിടെ? നോക്കട്ടെ, ജയൻ എന്തി? ഓ, അലർച്ചയാണ് രാവിലെ. ഇതാണ് സീൻ എന്ന് പറയണ. വായോ, അവിടെ നേരം വെളുക്കുന്നേ ഉള്ളൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. എണീറ്റെന്ന് തോന്നുന്നു. എണീറ്റിട്ട് അപ്പോ മോനെ റെഡി ആക്കണം. അത് വേറെ എന്താ പരിപാടികൾ വന്ന് ചെയ്യാം? പെട്ടെന്നൊന്ന് റെഡി ആക്കട്ടെ, അല്ലെങ്കിൽ ഇവരുടെ സ്കൂളിൽ നിന്ന് മിസ്സാവും. കഴിഞ്ഞ ദിവസമൊക്കെ പനിയൊക്കെ ആയിട്ട് പോയിട്ടില്ല. ആണല്ലേ? അപ്പൊ റെഡി ആക്കി വരൂ. കാരണം കിട്ടാൻ കാത്തിരിക്കല്ലേ? ഒരു റീസൺ അത് ഇപ്പൊ കഴിക്കാൻ റെഡി ആയിട്ട് വരാം. ഇന്ന് ഫസ്റ്റ് പീരീഡ് മിക്കവാറും മിസ്സാവണ ലക്ഷണ. അത് പിന്നെ ഹാപ്പി ആണല്ലോ. ഫസ്റ്റ് പീരീഡ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ ബിസിനസ്സും പൊതുപ്രവർത്തനമായിട്ട് പുറത്താണ്. രാത്രി വരുമ്പോഴേക്കും ഒരു കിടക്കാറായി. അപ്പൊ ഇതിൽ ഈ അമ്മ സമയം നടക്കുന്നത് എവിടെയാ ശരിക്കും? പ്രോഗ്രാമുകളിലും ഇവരെ ഞാൻ പറ്റുന്നിടത്തോളം കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ മക്കള് കൂടുതലും കൂടെ വരാം. പിന്നെ ഈ രാവിലത്തെ ഒരു സമയം ഞങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. ഈ കുറച്ച് സമയം ഉള്ളെങ്കിലും കിട്ടുന്ന സമയം ഒരു ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ്. രാവിലെ ഒരു പാട്ട് കേൾക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലെ? രണ്ടുപേരും തൊട്ടിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലും കൊണ്ട് നൂല് കോർത്തു നെഞ്ചിലണിഞ്ഞവൾ, കത്തിയേറിയ സൂര്യനെ പൊട്ടുപോലെ തൊട്ടു, നിന്റെ പട്ടുപോലത്തെ വിരല് തൊട്ട പാറക്കല്ലും പൊട്ടും, നിന്നെ ബാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാൻഡ്രോഗിന്റെ മണ്ണിൽ ജനിച്ചതോ, സോഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോഫിയക്ക് യൂണിയനിൽ വിപ്ലവം പിറന്നതോ. ഒന്ന് ആലോചിച്ച് ഈ ലിറിക്സ് ഇവള് കഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് തോന്നിയതേ. മോൾക്ക് സ്കൂളിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അംബീഷൻ ഡേ എന്ന് പറഞ്ഞിട്ട്. അവരെന്താണ് ആകാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിരുന്നു. അപ്പം അതില് ഇവള് തന്നെ ചൂസ് ചെയ്തത് ഷി വാണ്ട് ടു ബിക്കം ആൻ ഓൺട്രപ്രണർ എന്നുള്ളതാണ് അവള് ചൂസ് ചെയ്തത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവള് ഓൺട്രപ്രണർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് റിയലി യുനോ ഒരു പ്രൗഡ്. അപ്പൊ അവള് നമ്മുടെ ഓഫീസിൽ വന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടും അതൊരു ഇൻസ്പയർഡ് ആണെന്നുള്ളത് കണ്ടപ്പോൾ. അപ്പൊ ഇവിടെ വാക്കാൽ പറയില്ലെങ്കിൽ നല്ല രീതിയിലേക്ക് വെച്ചിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നുന്നു അല്ലെ? ഇത് വന്നപ്പോ തന്നെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, കോഫി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദിത്യ മര്യാദ ഗംഭീരമാണ്. ഏതാ കൂടുതൽ പാട്, ഇവിടെ നോക്കിയായിരുന്നാണോ ഇവരെ നോക്കാനാണോ? സത്യം പറഞ്ഞോ? ആവശ്യമില്ലാത്ത കേട്ടല്ലോ,
ഇനി എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടുന്ന് പറയുന്ന സമയത്ത് അല്ലേ അമ്മ പണ്ട് ഇതിലും അക്രമമായിരുന്നു ആണല്ലേ. ഈ കൂട്ടത്തിൽ ഏറ്റവും നോക്കാൻ പാടുള്ള കുട്ടി ഇവിടെയാവും അല്ലേ? ഉണ്ട്. രണ്ട് കാര്യങ്ങൾ ഒരെണ്ണം നിർത്താൻ പറയണം. രാഷ്ട്രീയം ഉണ്ട്, ബിസിനസ് ഉണ്ട്. ഇപ്പൊ പറയാണ് മമ്മിക്ക് പറഞ്ഞു ഒരെണ്ണം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ ഏത് നിർത്താൻ പറയും? രണ്ടും പറയില്ല. രണ്ടും പറയില്ല എന്നാണോ? ഏത് പറയും? ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഏത് പറയും? അവിടേക്ക് നോക്കണ്ട, ഞങ്ങൾ രാഷ്ട്രീയം നിർത്താൻ പറയും. കാരണം വരുമാനം വരണല്ലോ അല്ലെ. രാഷ്ട്രീയം പൊതുപ്രവർത്തനമാണ്, അത് വരുമാനം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കൊണ്ട് പൈസ കൊണ്ട് കളയാണ് എന്നുള്ള ഒരു സാധനമുണ്ട്. മമ്മിയുടെ ദോശ കാത്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ചായ കുടിക്കണ്ടേ? കയറിയിട്ട് ഞാനൊരു വെള്ളം പോലും. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ജിം വർക്കൗട്ട് ഇത്രയും കഴിഞ്ഞത്. ഈ ഒരു തിരക്കിന്റെ ഇടയിൽ അതെ, അപ്പൊ എടുത്തു. യെസ്, ഇരിക്കാം. ഓക്കെ, ബൈ. ഫീൽ ഫ്രീ. ഞാനൊരു 10-15 മിനിറ്റ്സിനുള്ളിൽ ഒന്ന് റെഡി ആയിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കൊരു വൈറ്റമിൻ സി പ്രോഗ്രാം ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് ഓടി പെട്ടെന്ന് സെറ്റ് ആയിട്ട്. എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, റിയൽ ഓൺട്രപ്രണർ ഓൾവേസ് ഫൈൻഡ് ദെയർ പ്രോബ്ലംസ് ആൻഡ് ട്രാൻസ്ഫോം ദെം ഇൻടു ഓപ്പർച്യൂണിറ്റീസ്. യഥാർത്ഥ സംരംഭകരെന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ടെത്തിയിട്ട് അതിനെ അവസരങ്ങളാക്കി മാറ്റുക എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വെറും കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള പ്രാപ്തി തെളിയിച്ച നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വിളിക്കാം. ഹലോ, ബോറടിച്ചില്ലല്ലോ? ബോറടിച്ചില്ല. പറഞ്ഞ സമയത്ത് ഞാൻ വന്നില്ലേ? അത് നിങ്ങൾ സ്ഥിരം പൊതുപ്രവർത്തനം അടിക്കുന്ന ഡയലോഗ് അല്ലേ? പുതിയത് എന്തെങ്കിലും കണ്ടെത്തി ലേറ്റ് ആയോ? ഞാൻ പ്രോഗ്രാമിൽ പോയിട്ടാ വന്നത്. ലേറ്റ് ആയില്ലേ? ഈ സാധനം അടിച്ച് ശീലമുള്ളതുകൊണ്ടും പൊതുപ്രവർത്തന തിരക്ക് അറിയാവുന്നതുകൊണ്ടും ക്ഷമിച്ചിരിക്കുന്നു. പോയി കാര്യങ്ങൾ ഇവര് പുറകിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ ദിവസം മുഴുവൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ വന്നില്ലെങ്കിൽ അവര് വരും. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇടയ്ക്ക് ഇരുത്തി ഇന്റർവ്യൂ പോലെ അങ്ങനെ ഇടയ്ക്കായിരിക്കും എന്നാ വിചാരിച്ചത്. ഇതിങ്ങനെ ഫുൾ ടൈം കൂടെ ഇവിടെ പാക്കേജ് പോലെയാന്ന് അറിയില്ല. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അവിടെ പോയിട്ട് പൊതുവേദിയിൽ എന്ന് സംസാരിക്കണമെന്ന് അറിയണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കുറച്ച് സമയം ഇരിക്കാമല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ പുറമെന്ന് കണ്ടുപോയുള്ളൂ. ഇല്ല, ഇവിടെയാണ് പിന്നീട് അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് ചേക്കേറിയത്. ഇവിടെ കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു വ്യൂ ആണ്. നമ്മൾ താഴെ പറഞ്ഞ ത്രിവേണി സംഗമം അല്ലെ, മൂവാറ്റുപുഴ സംഗമത്തിന്റെ ഒരു റിവറാണ്. മൂവാറ്റുപുഴ കണ്ടുവന്ന് നേരെ വരുന്ന സമയത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം വീട്ടിൽ അല്ലെ ഇവിടെ നോക്കുമ്പോഴാണ് കാണാൻ പറ്റാന്ന് തോന്നുന്നു അല്ലെ. പല മേഖലകളിൽ നിൽക്കുന്നതിന്റെ ഉണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ സാന്നിധ്യം അറിയിക്കുന്ന മേഖലകളിൽ മുഴുവൻ അല്ലെ അത് അവിടെ നമ്മുടെ ഒരു കൈമുദ്ര പതിപ്പിച്ചിട്ടാണ് പോകുന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു ഉത്തരം ഇവിടെ സത്യം പറഞ്ഞാൽ കിട്ടും. അങ്ങനെയല്ല, നമ്മളായിരിക്കാം എവിടെ ചെന്നാലും അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. പിന്നെ എന്നുള്ളത് ഈ ട്രെയിനിങ് മേഖലയിലുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പം ഓരോ പല വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. അപ്പം അവിടുന്ന് ലഭിക്കുന്നതുണ്ട്. രാഷ്ട്രീയമുണ്ട്, അതായത് പൊതുപ്രവർത്തനമുണ്ട്, ബിസിനസ് ഉണ്ട്, മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പം ശരിക്കും സജീവ സാന്നിധ്യം നിൽക്കുമ്പോൾ കുറേ കൂടിയും ഏതായിരിക്കും ഇവിടെ മെജോറിറ്റി ഏതായിരിക്കും ഈ കാണുന്നതിൽ? കൂടുതലും ആസ് എ ട്രെയിനർ എന്നുള്ള അംഗീകാരമായിരിക്കാം കൂടുതലുള്ള. പിന്നെ എല്ലാം ഉണ്ട്. ബിസിനസ്സും ഇത് നോക്കുവാണെങ്കിൽ ഇപ്പം എല്ലാം ഉണ്ട്. ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ലുവല്ല വൺ ഓഫ് ദ ടോപ്പ് ഇന്റീരിയർ കമ്പനി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മൂവാറ്റുപുഴ വരുന്ന വഴിയിൽ മുഴുവൻ അതിന്റെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആസ് എ വുമൺ ഓൺട്രപ്രണർ എന്നുള്ള അംഗീകാരങ്ങൾ ഇപ്പം ഒരുപാട് മേഖലകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്കൊരു എന്നെ ഒരു പൊതുപ്രവർത്തകയാക്കുന്നതാണെങ്കിലും എൻ്റെ ഒരു ഫാമിലി ലൈഫിൽ എന്നെ സ്റ്റേബിൾ ആക്കുന്നതാണെങ്കിലും എൻ്റെ ബിസിനസ്സാണ്. സോ അപ്പൊ എനിക്ക് ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ എനിക്ക് സ്റ്റെബിലിറ്റി തരുന്നത് ഒരു സംരംഭക എന്നുള്ള ഒരു പിക്ചറാണ്.
അതിലുള്ള വരുമാനമാണ് എന്നെ പൊളിറ്റിക്സിൽ നിർത്തുന്നത്. Okay, അപ്പൊ അവിടെ okay, എനിക്ക് കറയില്ലാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് ചെയ്യാൻ നിൽക്കാനായിട്ട് പറ്റും. എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതാണ് എവിടെ നിന്നുള്ള അംഗീകാരത്തോടാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ ചോദിച്ചാൽ ഐ ഹാവ് നോ ആൻസർ. അതെ. സംരംഭത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂവാറ്റുപുഴ വരുമ്പോൾ തന്നെ കാണുന്നത് അത്രയും വലിയൊരു ബോർഡാണ്. അതിൽ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വരികൾ ഇപ്രകാരമാണ് അല്ലെ, അകം നന്നായാലും മതി അല്ലെ, ബാക്കിയെല്ലാം ഭംഗിയാവും എന്നുള്ളത്. എവിടേക്കും ഒരു പരസ്യവാചകത്തിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ആ വാചകങ്ങൾ എന്നുള്ള സാധനം. ഇത് എന്താ ഉദ്ദേശിച്ചത്? റോഹൻ പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. ഞാനെന്നല്ല, റോഹനായാലും ആര് വ്യക്തികളായാലും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. എനിക്ക് പലപ്പോഴും പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയുമ്പോൾ നമ്മളെ ആളുകൾ വിശകലനം ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മള് തൻ്റെയാണ് അഭിപ്രായം പറയുന്നു ആ ഒരു കാറ്റഗറിയിൽ ചിലപ്പോൾ കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാറില്ല. അങ്ങനെ അറിയൂ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, അങ്ങനെ. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കാലം തെളിയിക്കും. ആ കാലം തെളിയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. ആ മനസ്സ് നന്നാണെങ്കിൽ മറ്റാരെന്ത് പറഞ്ഞാലും നമുക്കത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിൽ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ആ ഒരൊറ്റ കാരണം മതി. നമ്മളിൽ തിന്മയൊന്നും ഇല്ല, നമ്മൾ കുരുട്ടുബുദ്ധിക്കാരൊന്നും അല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ജീവിതം തന്നെ സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സീൻ, ഏറ്റവും ട്വിസ്റ്റ് സംഭവിച്ചത് ഏതൊരു പോയിന്റിലായിരുന്നു? ശരി, ഒരു 7 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ കുറേയധികം ടേണിംഗ് പോയിന്റ്സ് ആണ്. എങ്ങനെയാണ് ലൈഫ് കൊണ്ടുപോകാൻ നമുക്കറിയില്ല. അപ്പൊ അത്രയും ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് എൻ്റെ ഒരു ലൈഫിന്റെ ഒരു ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ. അപ്പോൾ എനിക്കൊന്നൊരു ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഡെത്ത് തന്നെയായിരുന്നു. അതിനു മുമ്പ് ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു, യൂത്ത് മൂവ്മെന്റ്സ്, അങ്ങനെ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം, പഠന കാലഘട്ടം. അതിനുശേഷം ഞാനൊരു സെറ്റിലായ ഒരു സമയമാണ്, കുറേയധികം മത്സരത്തിന് ശേഷം സെറ്റിലായ ഒരു ടൈമിൽ ഒരു 6 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ റെസ്റ്റ് എടുത്തു. ജോലി വേണ്ട, കുടുംബിനിയായിട്ട് നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന്റെ മരണം എന്ന് പറയുന്നത്. ഒരു ഹൗസ് വൈഫ് ആകാം, അതിന് മുമ്പ് നമ്മൾ 24/7 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നിട്ട് കുടുംബിനിയാകാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഒരു പക്കാ കുടുംബിനിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ജേക്കബ് മരിക്കണത്. 6 വർഷം അല്ലേ? ഞങ്ങൾ 6 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെയാണ് ശരിക്കും ഈ ജേക്കബിന്റെ സ്വർഗ്ഗത്തിൽ ജേക്കബിന് നഷ്ടമാവുന്നെന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ മോർ ഓവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം സെറ്റിൽ ചെയ്ത്, അതായത് ഫ്രണ്ട്സ് അങ്ങനെ എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കപ്പിളായിരുന്നു ഞങ്ങൾ. പിന്നെ മക്കള് വന്നു, അതും ഭയങ്കര. ജേക്കബ് നല്ലൊരു ഫാദറായിരുന്നു. നല്ലൊരു ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് എന്നെ കഴിഞ്ഞും ആസ് എ ഹസ്ബൻഡ് എന്നുള്ള ഒരു മിസ്സിങ്ങിനെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ മക്കൾക്ക് അത് വലിയൊരു ലോസ് തന്നെയാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ട് ഒരു കാര്യം. അറ്റ് സെയിം ടൈം ഒരു ഫിനാൻഷ്യൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റക്കായിപ്പോയി. കാരണം ജേക്കബ് പുള്ളി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു, കംപ്ലീറ്റ് സ്റ്റക്കായി, എല്ലാം കയ്യിൽ നിന്ന് പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥ, 2 ചെറിയ കൊച്ചുങ്ങള്. അപ്പൊ ആ ഒരു സാഹചര്യം. മക്കൾക്ക് മോന് 1 വയസ്സിൽ താഴെയുള്ളൂ, മോള് 3.5 വയസ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ മോന് അപ്പനെ ഓർമ്മയില്ല. പക്ഷെ റോഹൻ ഇന്ന് അവനെ കാണുകയാണെങ്കിൽ, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ റോഹൻ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റും. കാണുവാണെങ്കിൽ രാവിലെ ചോദിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പൊ ചോദിക്കുകയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് അപ്പ എന്താണെന്ന് അവൻ പറയും. അവൻ കണ്ടിട്ടുള്ള ഓർമ്മകളല്ല അത്. പക്ഷെ നമ്മൾ അവനോട് സംസാരിക്കുന്ന കഥകളിലും കാര്യങ്ങളിലും ഒക്കെ അവന്റെ ഹീറോ അവന്റെ അപ്പയാണ്. ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും അപ്പയാന്ന് പറയാം. ഐ ആം റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ്. അവൻ അമ്മയാണ് ഇഷ്ടം എന്ന് പറയുന്നതിൽ കൂടുതൽ അവന്റെ അപ്പയാണ് അവൻ ഇഷ്ടം എന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പം അത്രയും ഒരു ഫാമിലി മാൻ ആയിരുന്നു, അത്രയധികം ഒരു ഗുഡ് ഫാദർ ആയിരുന്നു. അപ്പൊ ആ ഒരു സ്പേസ് വേക്കന്റ് ആകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. ഒരു 12:30 ആയപ്പം യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയതാ, വൈകിട്ടത്തേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ ആളാ. അപ്പോൾ വൈകുന്നേരം ആയപ്പം തേനീച്ച കുത്തിയതാ. അപ്പോൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തേനീച്ച കുത്തിയിട്ട് അത് ചിലർക്ക് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അത് റിയാക്ഷനായി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം തന്നെ, ഇവിടെ തൊടുപുഴ ചാഴിയായിട്ട് ഹോസ്പിറ്റലിലെ സുഹൃത്തുക്കളെ എത്തിച്ചത്, അവിടെ എത്തിച്ചപ്പം തന്നെ ആള് ഡൗൺ ആയി. പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മണിക്കൂറുകൾക്ക് വ്യത്യാസത്തിലാണ്. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ, ഞാൻ 4:30 ആയപ്പോൾ, 4:05 ആയപ്പോഴത്തേക്കും ഇങ്ങനെ പലരും വിളിച്ചു. എൻ്റെ അകത്തൊരു അസ്വാഭാവികത തോന്നി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആളില്ല. അപ്പം പെട്ടെന്നൊരു യാത്ര പറഞ്ഞു പോയ ഒരാള് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇങ്ങനെ കാണുന്നു, ചെറിയ കുട്ടികൾ.
അതൊക്കെ ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നും ജേക്കബ് എനിക്ക് കുറേയധികം എന്താ പറയുക സപ്പോർട്ട് ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്നും എന്നോട് പലപ്പോഴും ജേക്കബ് പറയാം, അതായത് ഞാൻ കല്യാണത്തിന് മുമ്പ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കയറി വീട്ടിൽ കയറി കുക്കിങ് അല്ലെങ്കിൽ ജേക്കബിൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ജേക്കബ് എന്നോട് എപ്പോഴും പറയണ ഒരു കാര്യമായിരുന്നു കേട്ടോ, നീ എന്തിനാ ഇങ്ങനെ ലൈഫ് കളയണേ. പുള്ളി എന്നോട് ചോദിക്കാറില്ല എന്തിനാ കളയണേ, നിനക്ക് ജോലിക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പാടില്ലേ, നിനക്ക് സംസാരിക്കാൻ അറിയാം, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പാടില്ലേ, അപ്പം നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട് എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ജേക്കബാണ്. അന്ന് ഞാനത് വേണ്ട ഇങ്ങനെ പോയാൽ മതി, ഗൗരവത്തിലെടുത്തില്ല, അത്ര ഇതിലെടുത്തില്ല, നമ്മളിങ്ങനെ പോയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്ത്രീകളും വിവാഹം കഴിഞ്ഞിട്ട് അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, ഒരു ജോലി വേണ്ട. ഒരിക്കലും പ്രൊഫഷൻ അത് കളയരുത്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസമാണ് അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യമാണ് അവളുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു കുടുംബിനിയായിട്ട് ഇരിക്കാം എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് പറ്റി, പെട്ടെന്നൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലേഡീസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പക്ഷെ വർക്ക് ലൈഫ് ബാലൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. കുടുംബജീവിതത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം, നമ്മുടെ സമയം കൊടുക്കണം. പക്ഷേ ഈ ഒരു വർക്ക് ലൈഫ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയാറുള്ള കാര്യം. ഈ പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എല്ലാമായിട്ട് ഒപ്പം നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതെയാണ് ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മുടേതായിട്ടുള്ള ഫ്യൂച്ചർ മാരീഡ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മക്കളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഇനി എങ്ങനെ ഇത് സർവൈവ് ചെയ്യും, കുറേ ചിന്തകൾ ഒരേ സമയം വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറേ കൂടി ടൈം ഫാമിലി ടൈം എന്ന് ചിന്തിച്ച ഒരാൾ ഈ ശൂന്യത എങ്ങനെ നികത്തുക, ശരിക്കും എന്താ ചിന്തിച്ചിരുന്നു ആദ്യത്തെ? അവിടെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിള്ളേരെ ആയിട്ട് അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുള്ള ദിവസങ്ങൾ, രാവും പകലും പോലുള്ള വ്യത്യാസമാണ് ജേക്കബ് മരിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഒരു 1.5 വർഷത്തോളം ഒരു 5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയ ദിവസങ്ങൾ എനിക്കില്ല. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങുന്നുള്ളൂ. ബാക്കി സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ ജോലി, സ്കൂളിൽ റീജോയിൻ ചെയ്തു, ജേക്കബിന്റെ ടേക്കപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിന്റെ കണക്കുകളും വെളുപ്പിനെ എണീറ്റിരുന്ന് നോക്കുക, ഇങ്ങനെ. പിന്നെ അത് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി, അത് ഞാൻ ഗിവ് അപ്പ് ചെയ്തു. പിന്നെ അതുമായിട്ടുള്ള കേസുകൾ, ഇങ്ങനെ മൊത്തത്തിൽ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു കാലഘട്ടം. തലയൊക്കെ മുട്ടയടിച്ചിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് വീണ്ടും ഇങ്ങനെ പല മേഖലകളിൽ അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചിരിക്കുന്നവരെല്ലാം സ്നേഹിതരല്ല എന്നുള്ള സാധനം. അത് കൃത്യമായിട്ട് താങ്കളുടെ ഫേസ്ബുക്ക് വാളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ചേർത്ത് നിർത്തുമെന്ന് പറയുന്നവരെല്ലാം നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ നിരാശയായിട്ട് മാറുള്ളൂ എന്നുള്ളത്. ഈ വീഴ്ചയിലും ഉയരാൻ നോക്കുന്ന സമയത്ത് അത്തരം ചേർത്ത് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവരെ പാതി വഴിയിൽ പോയവരുണ്ടോ? പക്ഷെ അടുത്ത കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ ചില എക്സ്പീരിയൻസസ് അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻസ് ഉണ്ട് ഇല്ലേ? ഏതൊരു കാര്യത്തിനും ഒരു പർപ്പസോട് കൂടിയായിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പറയുന്ന ആളാണ്. പക്ഷെ അതല്ല ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം എന്ന് എനിക്ക് തോന്നിപ്പോണം. ഡിപ്ലോമസി എന്ന് പറയുന്ന വേർഡിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടം ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ മനസ്സിലുള്ളത് മറച്ചു വെക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ച് പെരുമാറുക. ഇന്നത്തെ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്. അതായത് എല്ലാവരും ഫേക്കായിട്ട് മാറുന്ന ഒരു സമയമാണ്. അത് ഇങ്ങനെ ചില എക്സ്പീരിയൻസസ് ചിന്തിപ്പിച്ച ഒരു കാര്യം കൊണ്ടൊന്ന് കുറിച്ച് 2 വരികളാണ്. അതിൽ ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ പറ്റിയോ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് ബി ഡിപ്ലോമാറ്റിക് എന്നുള്ളത്. ഒരു സംരംഭകയായിരിക്കും, അതേസമയം തന്നെ ഒരു പൊതുപ്രവർത്തക, ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പോൾ എവിടെ ഈ രാഷ്ട്രീയ പ്രവേശനം സംഭവിക്കുന്നത്? എവിടെയൊക്കെയോ ഈ ഒരു പൊതുപ്രവർത്തക എന്നുള്ള ഒരു സാധനം ഉള്ളിൽ ചെറുപ്പം മുതലുണ്ട്. എന്നോട് പലരും പറയാറുണ്ട്, ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ, അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനായിട്ടുള്ള എന്തോ ഒരു സ്പിരിറ്റ് ഉള്ളിലുണ്ട് എന്നുള്ള സാധനം. ഞാനിപ്പോൾ 5 വർഷം ജനപ്രതിനിധിയായിട്ട് പൂർത്തിയാക്കി ഇറങ്ങണ ഒരു സമയത്ത് ആ വാർഡിലുള്ള ആളുകളുടെ സ്നേഹം എന്ന് പറയുന്നത് അവരെന്റെ ബന്ധുക്കളല്ല. അവരുമായിട്ട് ഞാൻ ഈ 5 വർഷത്തെ പരിചയമാണ് അവരുമായിട്ടുള്ളത്. പക്ഷേ എന്തുമാത്രം സ്നേഹം അവർ തരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് അവരിൽ ഒരാളായി നമ്മൾ മാറിയത് കൊണ്ടാണ്. അതിന് നമുക്കൊരു അധികാരം വേണമെന്നില്ല, പക്ഷെ ഒരു സാമൂഹിക പ്രവർത്തകയാകുക എന്നുള്ളതാണ്. ഈ കലാകാരന്മാർക്കാണെങ്കിലും അല്ലെ സംരംഭകർക്ക് ഒരുപക്ഷെ നിഷ്പക്ഷത വേണമെന്നുള്ളത്. പക്ഷെ താങ്കളുടെ രാഷ്ട്രീയ പ്രവേശനത്തിലെ അതുവരെ ഒരു പൊതുവേദിയിലും തൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം തുറന്നു പറയാത്ത ഒരാൾ
താങ്കളുടെ സപ്പോർട്ടിന് ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രമേശ് പിഷാരടി എന്നാണ്. അപ്പോൾ കുറെ വിവാദങ്ങൾ സംഭവം അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേ വരെ എന്റെ രാഷ്ട്രീയം എന്താന്നുള്ളത് പിഷാരടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുകൂടി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ആ ഒരു വിവാദമേ അത് വിവാദമായിരുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഈ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു പ്ലാൻ അല്ലേ. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചിട്ട് അധികമായിട്ടില്ല, അങ്ങനെ ഒരു വർഷത്തിനുള്ളിലാണ്. അപ്പൊ ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻഫോം ചെയ്തു, ഇങ്ങനെ നിൽക്കുവാണ് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ച സമയത്ത് ഇദ്ദേഹം ഒരു ഷൂട്ടിന്റെ തിരക്കിലാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു വെച്ച് പുറകെ ഇദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇനി പ്രചരണം തുടങ്ങിയെന്നാ തോന്നണേ, അതുകൊണ്ട് വിളിക്കണില്ല, തന്നെ നന്നായിട്ട് പ്രവർത്തിക്കണം, തന്നെ പോലുള്ളവരൊക്കെയാണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരേണ്ടതെന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. അത് വളരെ നല്ലൊരു മെസ്സേജ്. അപ്പൊ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാനിത് പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നല്ല മെസ്സേജ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നെന്താ താനത് പോസ്റ്റ് ചെയ്തോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് അദ്ദേഹം അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഒരു സുഹൃത്തിനുള്ള ഒരു പിന്തുണ എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്. അത് പോസ്റ്റ് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹം എയറിലായിരുന്നു. അതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അത് ഓപ്പോസിറ്റ് ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹം എയറില്ല. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പിന്നെ പറഞ്ഞു അതാണ് ഒരു സംസ്കാരത്തിന്റെ വ്യത്യാസം തന്നെയാണ് ആ കണ്ട ആക്രമണം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈബർ ബുള്ളിങ്ങിനെതിരാവുന്ന ഒരു സാഹചര്യം ആ സമയത്ത് കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഇങ്ങനെ ടെൻഷൻ ആയി, ഇത് വേണ്ടായിരുന്നല്ലോ, പോസ്റ്റ് ചെയ്യണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തും പോയി എന്ത് ചെയ്യും ഓർത്തിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചിരിയാ. അപ്പൊ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ഇങ്ങനെയാണ്, താൻ നല്ല പണിയാടോ കാണിച്ചത്, വിത്ത് പെർമിഷനാണ് ഞാൻ നല്ല പണിയാ കാണിച്ചത്, പക്ഷെ ഇത് 8ന്റെ പണിയായി പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സെന്റിമെന്റ്സോടുകൂടി വിളിച്ച് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോൾ പറഞ്ഞു അത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ഇറങ്ങുകയാണ്, എനിക്കതിൽ കുഴപ്പമില്ല, ഇതാണ് എന്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പറയാണ്. കാരണം സംസ്കാരത്തിന്റെ വ്യത്യാസമാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഞാനിതാ ഇന്ന് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാനത് പബ്ലിക്കായിട്ട് ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു മുഖം അല്ലെ ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ള സാധനം. അപ്പൊ പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ ആവുക എന്ന് പറയുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട്, മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ ഇത് ഈ ഘട്ടത്തിൽ തരണം ചെയ്തു വന്നിട്ടുണ്ടോ? ഇത് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എല്ലാവരും കാണുന്നവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഞാനൊരു സെക്കൻഡ് മാരേജിന് ഒരിക്കലും എതിര് നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവർ ഇപ്പം എന്നെ പോലെ ഒത്തിരി സിമിലർ സിറ്റുവേഷനിൽ പോകുന്നവരുണ്ട്. നല്ലൊരാളെ കണ്ടാൽ ഡെഫിനറ്റ്ലി അവരുടെ മക്കളുണ്ടെങ്കിൽ മക്കളെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി ബിസിനസ് ഉണ്ട്, ഇപ്പം ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ 100% ഫീൽഡിൽ നിൽക്കുന്ന അത്രയധികം അത് എന്നോട് സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ തന്നെ എനിക്കും മക്കൾക്കും ഉള്ള ഒരു ലോകമുണ്ട്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഉള്ളിൽ ഇങ്ങനെ തോന്നാറുണ്ട്, ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കൾ പഠിക്കാനായിട്ട് പോകും, അപ്പൊ നമുക്കൊരിക്കലും നോ പറയാൻ പറ്റത്തില്ല, അവരുടെ ഡ്രീംസ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു പക്ഷെ ഒറ്റപ്പെട്ടേക്കാം എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇരുന്ന് ചിന്തിക്കാനുള്ള സമയമില്ല. ഇരുന്ന് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് പോട്ടെ. നമുക്ക് ഞാനൊരു ദൈവവിശ്വാസി കൂടിയാണ്, അതങ്ങനെ അങ്ങ് പോട്ടെ. നമ്മൾ ഈ ബിസിനസ്സും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനത്തെ കൂടുതലും സ്നേഹിക്കുന്നത്. ഇത്രയും ആളുകളുണ്ടല്ലോ എന്നെ സപ്പോർട്ട്, ഇത്രയും ബന്ധുബലം ഇല്ലേ ജനങ്ങളെന്ന് പറയുന്നത്, നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയ ബന്ധുബലം തന്നെയാണത്. സംരംഭത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞു, വാക്കുകളെ കേട്ടിട്ടുള്ളൂ, അത് ശരിക്കും കണ്ടറിയാൻ ഉള്ള ഒരു സമയം കൂടിയാണെന്ന് തോന്നുന്നു. സോ എവിടെ തുടങ്ങി വെച്ചു, ഇപ്പൊ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാണാനുള്ള ഒരു ഇത് എനിക്കുണ്ട് ആകാംക്ഷ. അപ്പൊ എനിക്ക് തോന്നുന്നു നേരെ പോയാലോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലുവല്ലയുടെ സമുച്ചയം അല്ലേ, പ്രധാന മൂവാറ്റുപുഴയിലുള്ള ഓഫീസ്. ഇത് അതിന്റെ വർക്കിംഗ് സ്റ്റേഷൻ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് നോക്കാം അല്ലേ. ഇവിടെയാണ് ഒരു പക്ഷേ അല്ലെ ലുവല്ലനെ സമീപിക്കുന്ന ഒരു ആദ്യം എത്തുന്ന സ്ഥലം. മൂവാറ്റുപുഴയിലെ വർക്കുകൾ മുഴുവൻ അന്ന് ഇന്നോവേഷൻ പിഷാരടി ആയിരുന്നു അല്ലെ. അതെ അതെ അതെ, പിഷാരടി തന്നെയാണ്. നമ്മുടെ പിഷാരടിയുടെ കുടുംബമായിട്ടാണ് നമുക്ക് അത്രയൊരു അടുത്ത ബന്ധമാണ്. വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. പിഷാരടിയുടെ പ്രോജക്റ്റ് നമ്മളാണ് ചെയ്തത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഞങ്ങൾക്കും അതെ വളരെ ഭംഗിയായിട്ട്. അതിന്റെ 1 year പൂർത്തിയായി കഴിഞ്ഞ ദിവസം.
എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. Okay. 1 year കംപ്ലീറ്റ് ആയ ദിവസമായിരുന്നു ഇന്നലെ. അടിപൊളി. പക്ഷെ അറിയോ 1 year ആയി. സോ ഇവരാണ് സ്ട്രോങ് പില്ലേഴ്സ് അല്ലേ? എന്തൊക്കെയാ മെയിൻലി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഡിസൈനിങ് ആൻഡ് ക്ലയന്റ് റിലേഷൻസ് ആണ് ഈ ഒരു ടീം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം പ്രഭാകരൻ മെയിൻ പ്രൊഡക്ഷൻ ഡിസൈനർ ആണ്. സീനിയർ ഡിസൈനേഴ്സ് ആൻഡ് ഡിസൈനിങ് ഹെഡ് ആണ് അനന്തു. അടിപൊളി. ഇവരൊക്കെ CRM ആണ് ക്ലയന്റ് റിലേഷൻസ് വരുന്നത്. GM ഇന്ന് ഓഫ് ആണ്. ആണല്ലേ? നമ്മൾ നേരെ കാണാൻ വരുന്ന RM-ന്റെയും GM-ന്റെയും അല്ലെ ഓഫീസിലോട്ടാണ്. പിന്നെ ജീസ് ആണ് ടീം ലീഡ്. ഓക്കെ ഓക്കെ. ഹായ്. ഇവിടെ വരലുണ്ടോ? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? കഞ്ഞിയല്ലേ. അതെ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഇപ്പൊ വന്ന് ആദ്യമായിട്ട് ഇവിടെ കയറി വന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനും ചെയ്തിട്ട് നമുക്ക് നേരെ ക്യാബിലോട്ട് പോയാലോ? ഓ പിന്നെന്താ. ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വീട് എല്ലാവർക്കും സ്വപ്നമാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പണ്ടത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കും. 4 ആൾ പോണ സമയത്ത് ഗംഭീരമായിട്ട് കാണണം. പക്ഷെ ഉള്ളിൽ വലിയ കാര്യമായിട്ടും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ശരിക്കും ഈ മനോഭാവം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് തീരില്ലാത്തൊരു സംഭവമായിരുന്നു. ഈ മാറ്റമാണ് ആക്ച്വലി നിങ്ങളുടെ വിജയം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രസ്സിങ്ങിലെ ഇപ്പം എല്ലാവരും പറയണത് നമ്മൾ എങ്ങനെയാ വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ കംഫർട്ടിനനുസരിച്ചാണ്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇന്റീരിയറിൽ വന്നേക്കുന്നത്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ കംഫർട്ടിനായിരിക്കണം എന്റെ സ്പേസ് അറേഞ്ച് ചെയ്യേണ്ടത്. അതിനകത്ത് കുറേയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒരാൾ വീട് പണിയുന്ന ഇന്റീരിയർ കണ്ടിട്ട് നമ്മൾ അത് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്താണ് ആവശ്യം, നമുക്ക് എന്താണ് ഇഷ്ടം, അതനുസരിച്ചിട്ട് വേണം അത് ഡിസൈൻ ചെയ്യാന്നുള്ള. ഈ ഒരു വസ്ത്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കംഫർട്ട് ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ആഡംബരം എന്നുള്ള ചിന്തയിലും കൂടി വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ അല്ല, പക്ഷെ ഇതിനകത്ത് ഒരു മാറ്റം വന്നേക്കുന്നത് പണ്ടൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ സിവിലില് പണ്ടൊക്കെ ഇപ്പൊ എലിവേഷൻസിലൊക്കെ ആയിരുന്നു കൂടുതലും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഇന്റീരിയറിലേക്ക് വന്നത് ഒരു കംഫർട്ടിനും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ ആഡംബരമായിട്ടും ചെയ്യുന്നവരുണ്ട്. അതായത് അതും അവരുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു അതിഥി വരുമ്പം സന്തോഷമാകണം, അവരൊരു ഫാക്ടർ അതിൽ ഉണ്ടാവണം എന്ന് ക്രിയേറ്റ് ചെയ്യുന്നവരും ഉണ്ട് ഇന്റീരിയറിൽ. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പലപ്പോഴും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ കമ്പനികൾസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നത് സബ് വർക്ക് എടുക്കുന്നതായിരിക്കാം മേ ബി, അല്ലാതെ പ്രൊഡക്ഷൻ വർക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറേ കൂടി തന്നെ മാനുഫാക്ചറിങ് ഉള്ളത് വലിയൊരു പ്ലസ് ആയിട്ട് ഉള്ളൊരു കാര്യം കൂടി തന്നെയാണ്. പലർക്കും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് ശരിക്കും എത്ര അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് ശരിക്കും? ഒന്ന്, ഒരു ഇന്റീരിയർ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. അതിന്റെ ഭംഗി, പിന്നെ അതുപോലെ തന്നെ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇരിക്കണത്. റോഹൻ വീട് പണി അടുത്ത കാലത്ത് അങ്ങനെ പഠിതായിരുന്നു. എക്സ്പെക്ട് ചെയ്ത സമയത്ത് വീട് പണി തീർന്നായിരുന്നു? ഇല്ല, എക്സ്പെക്ട് ചെയ്ത ബഡ്ജറ്റിലും തീർന്നില്ല. സമയത്ത് തീർന്നില്ലല്ലോ, ഇന്റീരിയർ പറഞ്ഞ സമയത്ത് തീർക്കില്ല. ഇതാണ് ഈ ഒരു ഫീൽഡിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത് ലേബേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കണ ഈ സാധനം. പിന്നെ പല ഫാക്ടറികളെ ആശ്രയിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷെ ഈ ഒരു കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കത് പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പുറത്തൊക്കെ കണ്ട മോഡൽ പോലെ ചെയ്യണമെന്ന് കുറെ ആവശ്യം പറഞ്ഞിട്ടുള്ള ക്ലയന്റ് ശരിക്കും ആരായിരിക്കും? അങ്ങനെ സന്തോഷ് ജോർജ് കൊളങ്ങരയാണ്. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നി കഴിഞ്ഞ നമ്മളിപ്പോ ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അദ്ദേഹത്തിന് കൃത്യമായ ഐഡിയ ഉണ്ട്. അന്ന് ഇത്രയും യാത്ര ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ കണ്ടതുകൊണ്ട് കൃത്യമായ ഐഡിയ ഉണ്ട്. അത് അതിനെപ്പറ്റി പഠിച്ചിട്ടുമാണ്. എനിക്കൊരു മീറ്റിംഗിൽ തന്നെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്ക് മനസ്സിലായത് ഹീസ് വെൽ സ്റ്റഡീഡ്. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഞാൻ അറിയാളൊക്കെ അതുകൊണ്ട് ചോദിക്കും, ഇത്രയും ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും എവിടത്തെ ഒരു മോഡൽ ചെയ്യണം എന്ന് പറഞ്ഞേ? പോർച്ചുഗീസ് സ്റ്റൈലൊക്കെയാണ്. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈല് വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. കൃത്യമായി പുള്ളിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു നല്ല പ്രൊജക്ട് ആയിരിക്കും ഇപ്പം വരാൻ പോകുന്നത്. അത് ഔട്ട് വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ 100% ക്ലയന്റിന്റെ എല്ലാ ആവശ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറെ നേരമായിട്ട് കോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് എമർജൻസി ആണോ? അതെ, അല്ലേ ഞാൻ വാർഡിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് വരുന്നതിന് വിരോധമില്ലല്ലോ. ഇന്ന് മൊത്തം ഇങ്ങനെ പോകില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോവാ. എന്തായാലും എത്രയൊക്കെ ബിസിനസ് മേഖല വന്നതല്ലേ, ഇനി പ്രവർത്തന മേഖല കൂടി നോക്കട്ടെ. ഒരുപാട് നന്നായിട്ട്
വർഷമായിട്ടാണ് പോണത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജോയ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ജോയ്സ് ഇനിയും ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് ഞങ്ങൾ ജോയ്സിന്റെ പാർട്ടിയിലുള്ള ആളുകളുടെ അടുത്ത് പോയി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോയ്സിനെ തന്നെ വേണമെന്ന്. അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയത്താണെങ്കിലും ആൾ തന്നെ വേണമെന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ ജോയ്സ് തന്നെ ഞങ്ങളുടെ വാർഡിൽ വേണമെന്ന് തന്നെ പറയും. ഈ പൊതുവെ പറയും, ഈ പൊതുപ്രവർത്തകർ ഇലക്ഷന്റെ സമയത്ത് ഭയങ്കര സജീവമായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വിസിബിൾ ആവില്ല, കാണില്ല എന്നൊക്കെ പറയും. പൊതുവെ എങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാറുണ്ടോ ആളെ? ഞങ്ങളിൽ ഒരാളായിട്ട് എപ്പോഴും ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് 5 വർഷം എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. എല്ലാ കാര്യത്തിലും. ഇപ്പം ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ. ഞാനൊരു സംരംഭകയാണ്. എനിക്ക് അത്രയ്ക്കും സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ കൗൺസിലിനൊപ്പം തന്നെ ആളും ഒരു സംരംഭകയാണ്. ഇപ്പം നേരത്തെ പറയണ്ടായി മാം ഒരു സംരംഭം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ സ്ത്രീ ശാക്തീകരണമാണെങ്കിലും അല്ലെങ്കിൽ പുതിയ പുതിയ സ്ത്രീ സംരംഭകർ വരിക എന്നുള്ളത് നാടിന് കൂടി ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പം അതെ നമുക്ക് 100% പറയാൻ പറ്റത്തുള്ളൂ. 90 പോലും അല്ലെ 99 പോലും പറയുന്നില്ല, 100 പറയുന്നത്. നമുക്ക് ഇനിയും വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത്രയ്ക്കും ഞങ്ങളോട് അടുത്ത് നിന്ന ഒരാൾ തന്നെയാണ് ജോയ്സ്. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ ശരിക്കും പൊതുപ്രവർത്തകരാണ് വികസനത്തെ കുറിച്ച് സംസാരിക്കാറുള്ളത്. ശരിക്കും സംസാരിക്കേണ്ടത് ആ നാട്ടിലെ ജനങ്ങളാണ്, ആളുകളാണ്. അപ്പം അത്തരത്തിൽ ശരിക്കും ഒരു കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ നമ്മുടെ മെയിൻലി ഒരു വികസനം എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ തോന്നുന്നത്? നമുക്ക് വികസനത്തിന്റെ കാര്യം പറഞ്ഞ നമ്മുടെ ഒരു മുക്കാൽ എല്ലാ റോഡുകളും എല്ലാം കംപ്ലീറ്റ് ആക്കി. പിന്നെ അതുകൂടെ തന്നെ വയോജനങ്ങൾക്ക് ഞങ്ങൾ ചിന്തിച്ച പോലുമല്ല, വനിതകൾക്ക് ജിമ്മ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാ ടൈമിലും ഞങ്ങൾക്ക് എപ്പോൾ നോക്കുമ്പോഴും 3-4 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയും കാര്യങ്ങളുമായിട്ട് വെക്കും. അങ്ങനെയൊക്കെ വെച്ച ഒരു കൗൺസിലർ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് പോണേനെ വിഷമം. ആണല്ലേ? പ്രതീക്ഷിക്കാവോ ഇവർക്ക് തുടർന്ന് തുടർഭരണത്തിലും ഇവിടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവരൊരു സാധ്യതയായിട്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷയുണ്ടോ? തുടർ ഭരണത്തിലല്ലെങ്കിലും ഇവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും, ഉണ്ടേലും ഇല്ലെങ്കിലും. അതായത് ഞാനാണ് ഇവിടെയെങ്കിലും അല്ലെങ്കിലും ഇവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. ഞാൻ വെറുതെ പറയുന്ന ഒരു വാക്കല്ലേ. ഇവർക്ക് എന്താവശ്യം വന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യത്തിന് ഞാൻ ഉണ്ടാവും. അതിനൊരു കൗൺസിലർ ആവണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു അധികാരം വേണമെന്നോ ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ 2020 ഡിസംബറിലാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ നവംബറിൽ പ്രചാരണം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ലേഡിയെ നമ്മൾക്ക് അറിയില്ല. ഷീസ് എ ടോട്ടലി ന്യൂ ഫേസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആൻഡ് 100% ഷീ ഹാസ് ഡൺ ബിയോണ്ട് ഹെർ ലിമിറ്റ്സ്. എന്തൊക്കെ ഞങ്ങളുടെ ഈ വാർഡിന് വേണ്ടി ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടോ അതല്ല, മാക്സിമം ഒന്നും അല്ല പറയേണ്ടത്, ബിയോണ്ട് ഹെർ ലിമിറ്റ്സ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നതും വാങ്ങിച്ചിരിക്കുന്നതും കിട്ടിയിരിക്കുന്നതും ഞങ്ങളുടെ ഈ വാർഡിലാണ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വി മിസ് ഇതിലും അല്ലെ ഒരുപക്ഷെ വാക്കുകൾ കിട്ടുന്നത് ഒരുപക്ഷെ അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ അങ്ങനെ ആവശ്യപ്പെട്ടത് ഇനി നിൽക്കുമോ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ജോയ്സ് ഇനി നിൽക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആദ്യം ചോദിച്ചത് തന്നെയാണ്. എനിക്കൊന്ന് ആ നേടിയെടുക്കൽ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അല്ലെ, അത് ഭയങ്കര കഴിവാണ്. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ വന്നാലും ഞങ്ങളോട് ആദ്യം പറയുന്നതാ, നിങ്ങളുടെ കൗൺസിലറെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം. സീരിയസ്ലി എല്ലാം എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ വാക്കുകൾ തന്നെ വളരെ വലിയൊരു ഊർജ്ജമാണ്. എനിക്കൊന്ന് യാത്രയ്ക്ക് ഫ്യൂവൽ ആവുന്നത് ശരിക്കും ഇതാണ് എനർജി എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും യാത്ര തുടരട്ടെ ഇവരോടൊപ്പം എന്നുള്ളത് പറയാതെ വയ്യ.